പ്രാദേശിക പാർട്ടികളിൽ പി.സി. തോമസിന്റെ കാര്യം കുറേ കഷ്ടത്തിലാണെന്ന് മനസ്സിലായില്ലേ? എന്നാൽ മാണി കോൺഗ്രസുകാർ നല്ല അഭിവൃദ്ധിയിലാണ്. ബി.ജെ.പിക്കാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മാണി മകൻ ജോസ് കെ മാണിക്കെതിരായി സ്ഥാനാർത്ഥിയെ പോലും നിർത്തുന്നില്ലത്രേ. പി.സി. ജോർജ് വഴി മാണി സാർ മോഡി പാർട്ടിയിലേക്ക് ഒരു പാലം ഇട്ടിരുന്നല്ലോ. പി.സി. ജോർജിന് ഇപ്പോഴും മോഡി ഒരു ഹീറോ തന്നെയാണ്. മോഡിയുടെ ഇടപാടല്ല, മോഡിയുടെ ഒരു ബി.ജെ.പിയുടെ ഒരു കൊടിയോ ബി.ജെ.പി എന്തെങ്കിലും ഇടപാടുകളോ ഈ സമ്മേളന സ്ഥലത്തില്ല. ഞാൻ ചെല്ലുമ്പോൾ സ്റ്റേജിലുണ്ടായിരുന്നു പറഞ്ഞ് ഞാൻ കണ്ടില്ല. എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് ഞാൻ നിന്നിടത്ത് സ്വല്പം അകലെയാണ്. ഇവരെ തുടങ്ങാമെന്ന് പറഞ്ഞ് സ്റ്റേജ് ഉണ്ടെന്ന് അന്നേരം കണ്ട്. ചെറിയ ഒരു 2 അടി പൊക്കത്തുള്ള ചെറിയ സ്റ്റേജായിരുന്നു. ഞാനവിടെ കയറിയിരുന്നു, പരിപാടി നടത്തി. ആകെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ 100ഓളം പേര് ബെനിൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബെനിനിൽ നമ്മുടെ രാഷ്ട്രീയ ഏകതാ ട്രസ്റ്റ് എന്നല്ലാതെ ബി.ജെ.പി എന്നോ നമ്മുടെ നരേന്ദ്രമോദിയുടെ പടവും ഒന്നും ഉണ്ടായിരുന്നില്ല ബെനിനിൽ. പറയട്ടെ, ഞാൻ പറയുന്നത് കേട്ടുള്ളൂ. എന്തെങ്കിലും കളവുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ശിക്ഷിച്ചു പോകും, എനിക്ക് വിരോധമുണ്ടോ? ഇത് കഴിഞ്ഞ് ഈ 100 പേരോളം ഒരു 500ഓളം പേരായി. ആകെ ഈ ബനിയൻ 100. അപ്പോൾ ഒരു വെള്ള മാരുതി വാൻ അവിടെ കൊണ്ട് നിർത്തി. അതിലൊരു ചെറുപ്പക്കാരൻ കച്ചവടക്കാരൻ, അവനാണ് അതിൻ്റെ ഉടമ. അപ്പോൾ ആ വാൻ വന്ന് ബനിയൻ കച്ചവടം തുടങ്ങിയപ്പോൾ ഒരു 10 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുഞ്ഞി എന്ന് ബനിയൻ മേടിക്കാൻ ചേർന്നപ്പം ഞാനിരിക്കല്ലേ, എന്നാൽ ആദ്യത്തെ സെയില് MLA കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ബനിയൻ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു, കൊച്ചും വരുന്നു, എന്നോട് പറയുന്നു. അപ്പം ഞാനൊരു ബനിയൻ മടക്കിയിരിക്കുക. ഞാനൊരു ബനിയൻ എടുത്ത് ഉദ്ഘാടിച്ചിരിക്കുമ്പോൾ ഞാൻ കൊച്ചിന് കയ്യിൽ കൊടുത്തു. അപ്പോഴാണ് അതായത് ഈ നരേന്ദ്രമോദിയുടെ പടമാണ്. എന്ത് വലിയ പാവമായി പോയി. നരേന്ദ്രമോദിയുടെ പടമുള്ള ബനിയനാന്ന് പറഞ്ഞാലും ഞാൻ ഉദ്ഘാടിക്കുമായിരുന്നു. അതിനാ തെറ്റ്? നരേന്ദ്രമോദിക്ക് തന്നെ എയ്ഡ്സ് രോഗമല്ലോ. രോഗത്തിന്റെ പേര് പറഞ്ഞ് തെറ്റിപ്പോയതായിരിക്കും അദ്ദേഹത്തിനെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ കുഷ്ഠം വല്ലോ? കുഷ്ഠരോഗം അത്ര രൂക്ഷമായി പടരുമെന്ന് തോന്നുന്നില്ല. അതിൽ ചെറിയ വകുപ്പുകളൊക്കെ ഉള്ളൂ. ഈ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പടം അത്രമാത്രം ഭയപ്പെട്ട പാടുന്നത്. എനിക്ക് നരേന്ദ്രമോദിയൊന്നും ഭയമില്ല. ഭയമുള്ളവർക്കാണ് നരേന്ദ്രമോദിയുടെ പടം കാണുമ്പോൾ വേവലാതി. പറഞ്ഞു വരുമ്പോ എല്ലാവരും മോഡി വഴി ഒരു കൂട്ടയോട്ടം നടത്തിയിട്ടുണ്ട്. പുറമേ പ്രസംഗിക്കുന്നത് 10 വോട്ട് കിട്ടുമെന്ന് കരുതി മാത്രമാണല്ലോ. അവരവരുടെ വിശ്വാസം അവരവരെ രക്ഷിക്കട്ടെ. NCC ഒരു ദേശീയ പാർട്ടിയാണെങ്കിലും കേരളത്തിൽ പ്രാദേശിക പാർട്ടിയേക്കാൾ കഷ്ടമാണ് അവരുടെ കാര്യം. എന്നാലും രാജ്യത്തെ നന്മയിലേക്ക് നയിക്കാൻ ഞെട്ടിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഉഴവൂർ വിജയന്റെ നേതൃത്വത്തിൽ. ഞങ്ങൾ NCPയുടെ നേതൃത്വത്തിൽ ഒരു ബദൽ സംവിധാനത്തിന് എല്ലാ ജനങ്ങൾക്കും ഒരു ബദലിന് അവസരം ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ നമുക്കറിയാവുന്ന കാര്യം, ഇന്ത്യ രാജ്യത്ത് സീറ്റ് കൂടുതൽ കിട്ടിയതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഒരു ആൾട്ടർനേറ്റീവേ അല്ല, ഒരു വേസ്റ്റ് ആണെന്നല്ലേ അർത്ഥം. വേസ്റ്റ് ആണെന്നല്ല, ഓൾട്ടർനേറ്റീവ് അല്ലല്ല. നമ്മളെ ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ അധികാരത്തിൽ ഒറ്റയ്ക്ക് വരാൻ പറ്റിയ ഏർപ്പാടല്ലെന്ന് നമുക്കെല്ലാം അറിയാവുന്നത്. അതിലേക്ക് വരാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലരും വരും, ചില സിനിമയിൽ ന്യൂ ജനറേഷൻ നടന്മാർ വരും. അധികം ദാ വന്നു ദേ പോയി എന്ന് വരും. ഇപ്പം നമ്മളങ്ങനെ അത്ഭുതമായി കാണുന്നു. കേജ്രിവാൾ അരിവാളുമായി നിൽക്കുന്നു, സംഗതി കൊള്ളാം. ഹസാരയ്ക്ക് എന്തൊരു പ്രാധാന്യമായിരുന്നു, അപ്പോൾ അത് ഇച്ചിരി കുറഞ്ഞില്ല. കന്നഡയായിട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിനെതിരെ പറഞ്ഞില്ലേ, അതെന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാം. എന്തോ അത് ഞങ്ങളെ പണ്ടേ പറയുന്നതാണ്. എല്ലാവരും കോൺഗ്രസുമായി അനുകൂലിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
അത് വർഗീയ കക്ഷികളെ മാറ്റി നിർത്താൻ മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ കൂടെ നിൽക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? അങ്ങനെ വന്നപ്പോൾ ആ സാഹചര്യത്തിലുണ്ടായതാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കാത്ത ഏത് രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യത്തുണ്ട്? അതിപ്പോൾ പണ്ടുപോലെ ഞങ്ങളോട് ചോദിക്കും, കേന്ദ്രത്തിൽ അങ്ങനെയല്ലായിരുന്നു, ഇവിടെ ഇങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾക്ക് രാഷ്ട്രീയമായി മോഡിയോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹമല്ലേ ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ അവാർഡ് കൊടുക്കുകയും എല്ലാവരും ആദരിക്കുകയും മന്ത്രിമാരെല്ലാം പോവുകയും ദേശീയ നേതാക്കൾ വരികയും അങ്ങനെ ഒരാളെ നമ്മളിപ്പോ അങ്ങനെ ചെറുതായി കാണുന്നതിൽ കാര്യമില്ല. ഈ വിഷയത്തിലൊരു അഭിപ്രായം പറഞ്ഞു, അതൊരു ചർച്ച വരട്ടെ. ഇന്ന് PC ജോർജിനോട് ഞങ്ങൾക്ക് തർക്കമില്ലല്ലോ. ഞങ്ങളെ LDFന്റെ ഒരു വലിയ സഹായിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ആർക്കാ അദ്ദേഹം അവിടെ പോയത് കോൺഗ്രസ്സുകാരും കൂടെ പറഞ്ഞിട്ടാന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ഇനി അദ്ദേഹത്തെ എതിർക്കുന്നതിൽ വലിയ കാര്യമില്ല. കോൺഗ്രസിന്റെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു അധ്യക്ഷൻ. സപ്ലിമെന്റ് വരെ ഇറങ്ങിയതാ. ജോർജ് അതേക്കുറിച്ച് പറഞ്ഞില്ലേ? ജോർജിനെ ഞാൻ പറഞ്ഞില്ല, ജോർജിനോടൊന്നും ഈ കാര്യത്തിലൊന്നും തർക്കമുള്ള കാര്യമില്ല. അല്ല മൂടിയെ കണ്ട ഉടനെ നമ്മൾ ഉടനെ വ്യക്തിപരമായ വിരോധം കാണിക്കാനോ കയ്യേറ്റം ചെയ്യാനോ ഒന്നും പോയി. ആം ആദ്മിയൊന്നുമല്ല, അതിലും വലിയ വിപ്ലവങ്ങളാണ് NCP നടത്താൻ പോകുന്നത്. ഉഴവൂർ വിജയൻ പറയുന്നത് കേട്ടാൽ അറിയാം എല്ലാം നടക്കുമെന്ന്. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് മദ്യസൽക്കാരം രണ്ടാം ഭാഗം. മദ്യം വിളമ്പി എന്ന ഒരാക്ഷേപം ചിലർ ഉന്നയിക്കുകയുണ്ടായി. എപ്പോ കൊണ്ടുവരും? അയ്യോ ഇപ്പൊ കൊണ്ടുവരും. പോയി കൊണ്ടുവാടാ ചൂലേ. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല.